നിലാപക്ഷി അധ്യായം 3. ഞാനാകെ വിഷമത്തിലായി. അമ്മച്ചി അവളുടെ വയറിൽ ഒന്ന് തൊട്ടു നോക്കി. എന്താ മോളെ, വല്ലാത്ത വേദനയുണ്ടോ? ആ അമ്മച്ചി, എന്തോ ഒരു. സലോമി, നീ കുറച്ച് വെളുത്തുള്ളി ചുട്ടെടുത്തേടി, അമ്മച്ചി സലോമിയോടാണ് പറഞ്ഞത്. സലോമിയുടെ പുറകെ ത്രേസി ആൻറ്റിയും അടുക്കളയിലേക്ക് പോയി. ഡി സലോമി, നീ എന്തേലും കലക്കി കൊടുത്തോ? എൻ്റെ പൊന്നാൻറ്റി, ഞാൻ ചിന്തിച്ചിട്ട് പോലും ഇല്ല. ചുട്ട വെളുത്തുള്ളി സാറാമ്മയ്ക്ക് കൊടുത്ത് ഒരു ഗ്ലാസ് ചൂടുവെള്ളവും സാറാമ്മയ്ക്ക്. അപ്പോൾ കുറച്ച് ആശ്വാസം തോന്നി. മോനെ ഡേവി, കുഞ്ഞെ, കുറവില്ല എങ്കിൽ നാളെ രാവിലെ തന്നെ എന്നെ വിട്ടോ ഹോസ്പിറ്റലിൽ. ശരി അമ്മച്ചി. എല്ലാവരും റൂമുകളിലേക്ക് പോയി. സാറാ ബെഡിൽ കിടക്കുകയായിരുന്നു. ഞാൻ അവളെ നോക്കിയിരുന്നു. ഇച്ചായ, എന്താ പൊന്നെ? ഇച്ചായൻ എൻ്റെ അടുത്തൊന്നിരിക്കി. അവൾ എൻ്റെ തലയിൽ തലോടി. ഒരു പോള കണ്ണടച്ചില്ല. നേരം വെളുക്കും വരെ അവളെ നെഞ്ചിൽ ചേർത്താണ് ഉറക്കി. നെറ്റിയിൽ ചുണ്ടമർത്തി അങ്ങനെ ഒരു കിടത്തം. വെളുപ്പിനെ റബ്ബർ വെട്ടാൻ പോകാൻ പറ്റിയില്ല. റബ്ബർ വെട്ടാൻ പോകാൻ ഒരുങ്ങിയപ്പോൾ അവൻ പോകാൻ വിട്ടില്ല. അങ്ങനെ കെട്ടിപ്പിടിച്ചിരിക്കുമ്പോഴാണ് ഒരാശ്വാസം പോരെ. ഇടയ്ക്കിടയ്ക്ക് ഉറക്കം ഞെട്ടുമ്പോൾ എന്നെ ഒന്ന് നോക്കി ഇച്ചായൻ എന്താ ഉറങ്ങാത്തത് എന്ന് ചോദിക്കും. എൻ്റെ കണ്ണിൽ തന്നെ നോക്കി കിടക്കും. പിന്നീട് കണ്ണുകൾ അടഞ്ഞ് വീണ്ടും ഉറക്കത്തിലേക്ക്. മാതാവേ, എൻ്റെ കൊച്ചിന് കുഴപ്പമൊന്നും വരുത്തല്ലേ. നേരം വെളുത്തപ്പോൾ തന്നെ ഞാൻ പറമ്പിലൂടെയൊക്കെ ഒന്ന് നടന്നു. സേവിച്ചായനെ പോയി കണ്ട് കുറച്ച് റബ്ബർ തൈ വന്നിട്ടുണ്ട്, അതൊക്കെ ഒന്ന് വാങ്ങിക്കണം. എത്ര പെട്ടെന്നാണ് ദിവസങ്ങൾ പോകുന്നത്. സാറായിക്ക് ഇപ്പോൾ വലിയ കുഴപ്പമൊന്നുമില്ലെങ്കിലും ചില സാധനങ്ങളും മണങ്ങളും കേൾക്കുന്നതിന് പ്രശ്നമാണ്. ഇടയ്ക്ക് ഞാൻ അമ്മച്ചിയുടെയും കൊണ്ട് ടൗണിൽ വരെയൊക്കെ പോയി. അമ്മച്ചിയുടെ കാലിൻ്റെ വേദന. ബേബി ചായൻ മുണ്ടക്കയത്തിലേക്ക് തിരിച്ചുപോയി. സലോമിയും ത്രേസി ചേച്ചിയും വീട്ടിൽ തന്നെ. സലോമി ഇടയ്ക്കിടയ്ക്ക് ആരും കാണാതെ സാറായിക്ക് ഓരോ പണികൾ കൊടുക്കും. ആരേലും കണ്ടാൽ പ്രസവം എളുപ്പമാക്കാൻ എന്ന വാദവും. എന്തു പറയാനാ, ഈ പെണ്ണുങ്ങൾക്കെല്ലാം ഇതല്ലേ അറിയൂ. ഇതൊക്കെയാണ് ഇപ്പോൾ സാറയുടെ ആഹാരം. മുളകുപൊടിയും ഉപ്പും കുറച്ച് വിതറിയിട്ട് പിന്നെ നാരങ്ങയും ബംബ്ലിമൂസും മുറിച്ച നാരങ്ങയും ഒക്കെ അതിൻ്റെ കൂടെ ഉണ്ടാവും. അതിൽ പുരട്ടിയിട്ടാണ് ഒരു തീറ്റ. ഒരിക്കൽ ഇത് ഞാനും കഴിച്ചു. പുളിച്ച് പണ്ടാരടങ്ങി. ഇടയ്ക്ക് എന്നോട് ചേർന്നിരിക്കും. അവളുടെ പതിയെ വീർത്തു വരുന്ന വയറിനെ ഞാനൊന്ന് തലോടും. ഇടയ്ക്ക് കള്ളൻ എന്തെങ്കിലും ശബ്ദമുണ്ടാക്കുന്നുണ്ടോ എന്നറിയാൻ ഒന്ന് ചെവി ചേർത്ത് വയ്ക്കും വയറിനോട്. പിന്നെ അവിടെ ഒരു ഉമ്മയാ. അപ്പോഴേക്കും ഇച്ചായ എന്ന ചിണുങ്ങലാവും. എന്ത് ഇക്കിളിയാണെന്നോ ഈ കൊച്ചിന്. നാളെ 5ാമത്തെ പരിശോധനയ്ക്ക് ഹോസ്പിറ്റലിൽ പോകാൻ നിൽക്കുകയാണ്. എന്താവും എന്നറിയില്ല. ചെറിയ ഒരു ടെൻഷനുണ്ട്. കാരണം കഴിഞ്ഞ ചെക്കപ്പിന് പോയപ്പോൾ സാറ കാണാതെ ഡോക്ടർ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിരുന്നു. എൻ്റെ ടെൻഷൻ സാറ അറിയാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിച്ചു. ഇച്ചായ, എന്താ സാറാ, നാളെ ഡോക്ടർ എന്താ പറയാ? എന്തു പറയാൻ? നീ ഓക്കെ അല്ലേ? പിന്നെന്താ? എനിക്കെന്തോ പേടി പോലെ ഇച്ചായ. ഞാൻ അവളെ ഒന്നുകൂടി ചേർത്ത് പിടിച്ചു. മാതാവേ, കാത്തോളണേ. രാവിലെ തന്നെ ഡോക്ടറെ കണ്ട് സ്കാനിങ് കഴിഞ്ഞു. കുറച്ച് കുരുത്തക്കേടുണ്ട് കേട്ടോ വാവയ്ക്ക്. മുഖം കാണിക്കാതെ ചെരിഞ്ഞു കിടക്കുക കള്ളൻ. ഒന്നുകൂടി സ്കാൻ ചെയ്തപ്പോൾ ചെറുതായി കാണിച്ചതു. സാറയുടെ മുഖം ഒന്ന് കാണേണ്ടത് തന്നെയാണ്. എന്നെ ഡോക്ടറുടെ മുറിയിൽ വെച്ച് കണ്ടപ്പോൾ എന്നോട് അവൾക്ക് നല്ലോണം റെസ്റ്റ് തന്നെയാണ് വേണ്ടത് എന്ന് പറഞ്ഞു. പിന്നെ രക്തം ആവശ്യത്തിനില്ല, നോർമൽ ഡെലിവറി നടക്കാൻ സാധ്യതയില്ല, പിന്നെയും എന്തൊക്കെയോ പറഞ്ഞു. ഒരു 3 സെൻറ്റിമീറ്റർ എന്തോ താഴ്ന്നിരിക്കുകയാണെന്നും പിന്നെ ആവശ്യത്തിന് വേണ്ട ഫ്ലൂയിഡ് ഇല്ല, അങ്ങനെ എന്തൊക്കെയോ. ഇതൊന്നും അവൾ അറിയേണ്ടെന്നും അറിഞ്ഞാൽ മാനസിക ബലം പോവും എന്നും പറഞ്ഞപ്പോൾ ഞാൻ ആകെ തകർന്ന പോലെ. ഇനിയൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല, എൻ്റെ സാരയ്ക്ക് ഒന്നും പറ്റാതിരുന്നാൽ മതി. കരയാതെ പിടിച്ചു നിന്നത് ഭാഗ്യത്തിനാണ്. ഒരുവിധം അവളെയും കൊണ്ട് അവിടെ നിന്നും പുറത്തേക്കിറങ്ങി. തൊട്ടടുത്തുള്ള പാർക്കിലെ ഹോട്ടലിലോ ഒക്കെയായി പോയി. അവൾക്ക് മസാല ദോശ വേണം. പക്ഷേ ആ സമയത്ത് എവിടുന്ന് കിട്ടാനാ? ഞാൻ വൈകുന്നേരം വാങ്ങിത്തരാം എന്ന് പറഞ്ഞ് ആശ്വസിപ്പിച്ചു. ഞങ്ങൾ ഭക്ഷണം കഴിച്ചു. വീട്ടിലെല്ലാവരും കാത്തിരിപ്പാണെന്നേ. അമ്മച്ചിയോടും സലോമിയോടും കാര്യം രഹസ്യമായി അവതരിപ്പിച്ചു. ഓ എൻ്റെ കർത്താവേ, ഇങ്ങനെ ഒരു തൊട്ടാവാടിയാണല്ലോടാ നിനക്ക് കെട്ടിയോളായി കിട്ടിയത്. എൻ്റെ പൊന്നു സലോമി, എല്ലാവരും ഇപ്പോൾ ഒരുപോലെ ആവണമെന്നുണ്ടോ? അമ്മച്ചിയുടെ താക്കീത് പോലെയുള്ള മറുപടി സലോമിക്ക് ക്ഷീണമായിട്ടുണ്ടാവും. എല്ലാവരും ഒരുമിച്ച് ചായയൊക്കെ കുടിച്ചു. ഇച്ചായ, മസാല ദോശ സാറ ഓർമ്മിപ്പിച്ചു. മറന്നിട്ടില്ലടി കൊച്ചേ, ഞാൻ വൈകുന്നേരം ഒന്ന് ടൗണിൽ പോകുന്നുണ്ട്. ഈ കൊച്ചിന് അധികം വയർപ്പുറത്തേക്ക് കാണാനില്ലല്ലോ. ഇതെന്നാ എലിക്കുഞ്ഞാണോ? ത്രേസി ആൻറ്റിയുടെ കമൻറ്റ് അമ്മച്ചിക്ക് തീരെ ദഹിച്ചില്ല.
അവരുടെ നോട്ടം ത്രേസ്യയുടെ വായടപ്പിച്ചു. മുറ്റത്ത് നല്ല വിളഞ്ഞു കിടക്കുന്ന വരിക്കച്ചക്ക പറിച്ചു നന്നാക്കുന്ന ജോലിയിലാണ്. അമ്മച്ചി, ഞാനൊന്ന് ടൗണ് വരെ പോയി വരാം കേട്ടോ. എന്തിനാടാ എപ്പോൾ ടൗണിൽ പോകുന്നത്? അവൾക്ക് മസാല ദോശ വേണം. പിന്നെ നമ്മുടെ റബ്ബർ കൊണ്ടുപോയ പൈസ ഇതുവരെ കിട്ടിയിട്ടില്ലെന്ന്. വൈകുന്നേരം തരാമെന്നാണ് പറഞ്ഞത്. പോയി നോക്കട്ടെ. ടൗണിൽ നിന്നും ആ തിരക്കിനിടയിൽ ആര്യഭവനിൽ നിന്നും നല്ല ചൂട് മസാല ദോശയും ഉഴുന്നുവടയും 5 എണ്ണം വാങ്ങി. ഇനി എന്തായാലും വീട്ടിൽ പോയി കഴിക്കാം. ഷീറ്റ് കട തുറന്നിട്ടില്ല. ഇന്ന് രാവിലെ ഡോക്ടർ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചിന്തിച്ച് ഇങ്ങനെ വരികയായിരുന്നു. പുറകിൽ നിന്നും വന്ന വാഹനത്തിനെ ശ്രദ്ധിച്ചില്ല. ഞാനും ബൈക്കും തെറിച്ചു വീണു. മസാല ദോശയും ചട്നിയും എല്ലാം ചിതറിത്തെറിച്ചു. എൻ്റെ കണ്ണുകൾ പിറകോട്ട് മറിയുന്ന പോലെ, ഓർമ്മകൾ മായുന്ന പോലെ. എൻ്റെ പുണ്യാള, ചതിക്കല്ലേ. എൻ്റെ കണ്ണുകളൊക്കെ അടഞ്ഞു വരുന്ന ഫീലിംഗ്. എൻ്റെ ഈശോയെ, സാറയ്ക്ക് കൊടുക്കാനുള്ള ദോശ എനിക്ക് അങ്ങോട്ട് അങ്ങനെ പറ്റുന്നില്ല. കണ്ണുകൾ അടഞ്ഞ് ഞാൻ നിലത്തേക്ക് മറിഞ്ഞു. എൻ്റെ ചുറ്റിലും ആളുകൾ നിൽക്കുന്നുണ്ട്. അമ്മച്ചി, സാറ, ത്രേസ്യ ആൻറ്റി, സലോമി, ബേബിച്ചായൻ. തലയ്ക്ക് മുകളിൽ കറങ്ങിക്കൊണ്ടിരിക്കുന്ന ഫാൻ, കയ്യിലേക്ക് ഇറ്റു വീഴുന്ന ഗ്ലൂക്കോസ്, തല അനക്കാൻ പറ്റാത്ത ഭാരം, കാലിന് വേദനയുണ്ട്. കണ്ണു നിറഞ്ഞ് പൊട്ടാൻ വിരുമ്പി നിൽക്കുന്ന സാറാമ്മ. എന്നാടി കൊച്ചേ, എന്തിനാ ഇങ്ങനെ കരയുന്നേ? അമ്മച്ചി, എനിക്കൊരു കുഴപ്പമില്ലെന്നേ. ചെറിയ ചാറ്റൽ മഴ ഉണ്ടായിരുന്നല്ലോ, ഒന്ന് പാളിപ്പോയി. ഡോക്ടറും നേഴ്സും റൂമിലേക്ക് കയറി വന്നു. ആ, ഇവിടെ ഒരാൾ നിന്നാൽ മതി. ഇപ്പോൾ ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയിക്കോ. സാറ അവിടെ നിന്ന് ബാക്കി എല്ലാവരും പുറത്തേക്ക് പോയി. നല്ലോണം ബ്ലഡ് പോയിട്ടുണ്ട്. പിന്നെ കാലിന് ചതവ്, പിന്നെ കുറച്ച് മുറിവുകളൊക്കെ ഉണ്ട്. കുറച്ച് നാൾ ഇവിടെ കിടക്കണം. ബേബിച്ചായം മാത്രം ഹോസ്പിറ്റലിൽ നിന്ന്. ബാക്കി എല്ലാവരും വീട്ടിലേക്ക് വന്നു. സലോമയുടെ മുഖം കടന്നല് കുത്തിയതുപോലെയാണ്. എൻ്റെ ദൈവം തമ്പുരാനെ, എൻ്റെ കൊച്ചിന് എന്ത് കഷ്ടമാണിത്. അതെങ്ങനെയാണ്? ഓരോ മാരണങ്ങൾ വന്നു കയറിയാൽ പിന്നെ എങ്ങനെ ഉണ്ടാവും? ത്രേസ്യ ആൻറ്റി സാറാമ്മയെ അർത്ഥം വെച്ചൊന്ന് നോക്കി. കണ്ണിൽ ഉരുണ്ടുവന്ന കണ്ണുനീർ ആരും കാണാതെ അവൾ തുടച്ചു. അതെ, നാളെ മുതൽ കുറച്ച് നേരത്തെ എഴുന്നേറ്റ് പോര്. ഇപ്പോൾ കുറച്ചായില്ലേ. നല്ലോണം ശരീരം ഒന്ന് ഇളകി പണിയെടുത്തിട്ട്. എനിക്ക് കുഞ്ഞുങ്ങൾ 2ആയി. എല്ല് മുറിയെ പണിയെടുത്തിട്ടുണ്ട്. അതുങ്ങളെ പള്ളയിലിട്ടിട്ട്. ഈ താങ്ങാനാളുള്ളവർക്ക് തളർച്ച കൂടുതലാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ട് അവനെപ്പോലെ വാലെ കെട്ടി കൊണ്ടു നടക്കാൻ ഞങ്ങൾക്കാവില്ല. മനസ്സിലായോ? സലാമിയുടെ കാർക്കശ്യം വല്ലാതെ വേദനിപ്പിക്കുന്നുണ്ട്. ശരി ചേച്ചി, ഞാൻ അങ്ങനെ ചെയ്യാം. മുറിയിലേക്ക് ചെന്ന് വസ്ത്രങ്ങൾ മാറി വിങ്ങിപ്പൊട്ടുകയായിരുന്നു. അടിവയറിൽ അവൻ്റെ കുഞ്ഞു കുഞ്ഞു കുരുത്തക്കേടുകൾ തുടങ്ങിയിട്ടുണ്ട്. വാതിലിൽ ശക്തമായ മുട്ടുകെട്ടാണ് വാതിൽ തുറന്നത്. പുറത്ത് സലോമി ഭദ്രകാളി വേഷത്തിൽ. ഓ, കെട്ടിലമ്മ ഇവിടെ കിടപ്പാണോ? എൻ്റെ കൊച്ചിനെ, നിന്റെ ഒടുക്കത്തെ കൊതി കൊണ്ട് ദോശ വാങ്ങാൻ പോയതാ. കണ്ടോ ഈ കിടപ്പ് കിടക്കുന്നേ? എന്നിട്ടും നീ ഇങ്ങനെ സുഖിച്ച് കിടന്നാലെങ്ങനെയാ? ചേച്ചി, എനിക്ക് വല്ലാതെ തല കറങ്ങുന്നത് പോലെ. തല കറങ്ങുന്നത് പോലെയുള്ളൂ, കറക്കമില്ലല്ലോ. വന്ന് മുറ്റമൊക്കെ അടിച്ചു വരൂ. സലോമിയുടെ ശബ്ദം കേട്ടാണ് അമ്മച്ചി അങ്ങോട്ട് വന്നത്. എന്നാടി സലോമി, നിന്റെ സൗണ്ട് അങ്ങ് പട്ടണത്തിൽ കേൾക്കാലോ. നീ പൊയ്ക്കേ. അവളെ കൊണ്ട് ജോലി ചെയ്യണമെന്ന് നിനക്കെന്നാ ഇത്ര വലിയ താല്പര്യം? ഇവിടെ വേലക്കാരിയൊന്നുമല്ല. ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് സലോമി അടുക്കളയിലേക്ക് പോയി. മോള് കാര്യമാക്കണ്ട, ഇതൊക്കെ അവളുടെ ഒരു സ്വഭാവമാണ്. ഹോസ്പിറ്റലിൽ കാര്യങ്ങളൊക്കെ ഏകദേശം റെഡിയായി വരുന്നു. ഞാൻ സാറാ കൊച്ചിൻ്റെ കൈക്ക് മുകളിൽ കൈവച്ച് ഒന്ന് നോക്കി. അവളുടെ കണ്ണിൽ നിന്നും കണ്ണുനീർ നിറഞ്ഞു തുളുമ്പി. ഇച്ചായ, എന്നാടി കൊച്ചേ? ഇച്ചായൻ എന്നോട് പൊറുക്കണം. എന്നാടി കൊച്ചേ, നീ എന്നാ ചെയ്തേ പറയ്. സാറാമ്മ നിറഞ്ഞൊഴുകുന്ന കണ്ണുകളും ആ മുഖവും എനിക്ക് താങ്ങാൻ പറ്റുന്നില്ല. സാറാ, പറയ്, എന്താണ് കൊച്ചേ? ഈ അധ്യായം ഇവിടെ തുടരുകയാണ്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ എല്ലാം അഭിപ്രായങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചു കൊള്ളുന്നു. വീണ്ടും തുടർന്ന് കേൾക്കുന്നതിനായി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ അമർത്താനും മറക്കരുത്.